എന്തെങ്കിലും അപ്ഡേറ്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ല സ്വന്തമായിട്ട് കസ്റ്റം കേൾക്കാമോ? പണിത് നമ്മുടെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് അതൊക്കെ? ലൈവ് ആണേ. ലൈവ് ആണോ? ലൈവ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മളിപ്പം ഒരു സാധാരണ നമ്മുടെ ഇപ്പം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന സെർവറുകളെല്ലാം ഒരു 300-400 സ്ലോട്ടിൽ ഒതുങ്ങി നിന്നിരുന്ന സെർവറുകളാണ്. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് സൗണ്ട് ഉണ്ടോ നോക്കട്ടെ. ഇല്ല കേട്ടോ, ഇനി പറഞ്ഞു. സൂപ്പർ. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന സെർവറുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 80 KRP തൊട്ട് ഉള്ള സെർവറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു സ്ലോട്ടിൽ ലിമിറ്റഡ് സ്ലോട്ടിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന സെർവറുകളാണ്. എന്നിട്ടും ആ ഒരു സ്ലോട്ട് എത്തുമ്പോഴത്തേന് PL വന്ന് വരുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മളിപ്പം വളർന്ന് 600 സംതിങ് സ്ലോട്ട് വരെ എത്തിയിട്ടുണ്ട്. അത് വലിയൊരു ജേണിയാണ്. സെർവർ ഡെവലപ്മെന്റ് സൈഡിൽ എന്ന് പറയുമ്പോൾ വലിയൊരു ജേണിയാണ്. പക്ഷേ ഈ ഒരു പോയിന്റ് കഴിയുന്നുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കത്തലില്ലാത്ത സ്ക്രിപ്റ്റുകൾ നോക്കി കണ്ടുപിടിച്ച് ഇടണം. ഇപ്പം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ V3 തുടങ്ങിയ സമയത്ത് നമ്മളിത് നോക്കാതെ എന്നാലും ഒപ്റ്റിമൈസ്ഡ് സ്ക്രിപ്റ്റുകൾ തന്നെയാണ് നമ്മൾ ഇട്ടത്. എന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പല സ്ക്രിപ്റ്റുകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സ്ക്രിപ്റ്റുകൾ ഓരോന്നോരോന്ന് ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല റിമൂവ് ചെയ്ത് കളയുക, അല്ല അതും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ഇടുക. ഈ 3 ഓപ്ഷൻസേ ഉള്ളൂ നമുക്ക്. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ്. നമ്മളിപ്പോൾ ഓരോരോ പ്രശ്നങ്ങളുള്ള സ്ക്രിപ്റ്റുകൾ എടുത്ത് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇടുക, അല്ലെന്നുണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ആ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇഷ്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിഡോസിൻ്റെ ഇഷ്യൂസ് ഒന്നും അല്ല നമുക്ക് വരുന്നത്. നമുക്ക് PL ഇഷ്യൂസ് വരുന്നത് ചില സ്ക്രിപ്റ്റുകൾ കത്തുന്നത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. നമ്മളിപ്പോൾ ഓരോന്നോരോന്നോരോന്ന് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണിപ്പോൾ കറണ്ട് സ്റ്റാറ്റസ്. നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിന് തട്ടേണ്ടി വരും. പ്ലെയർ കൗണ്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, പണ്ട് സെർവർ തുടങ്ങിയ സമയത്ത് അത്ര കൗണ്ട് ഇല്ല, നമ്മൾ ഫീച്ചറിസ്റ്റിക് ആയിട്ട് സാധനം ഇട്ട്. ഇപ്പം നമുക്കത് പോസിബിൾ അല്ല. നമുക്ക് ഫീച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഒപ്റ്റിമൈസ്ഡ് സാധനങ്ങൾ നമുക്ക് പുഷ് ചെയ്യാം. അതെ, നമ്മളതാണ് ചെയ്യുന്നത്. നമുക്ക് അതായത് പ്ലേയേഴ്സിന് എക്സ്പീരിയൻസ് മോശമാകാതെ നമ്മൾ എന്ത് ചെയ്യുക, സെർവറിനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്ത് സ്ക്രിപ്റ്റുകളെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള. യെസ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 1000 എന്ന് പറയുന്നൊരു കൗണ്ടാണ്. അപ്പോൾ ആ ഒരു കൗണ്ട് വരുന്ന സമയത്ത് സെർവർ കളിക്കുന്ന പ്ലേയേഴ്സിന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നല്ലപോലെ തന്നെ കളിക്കാനും പറ്റണം. എന്നാൽ ക്രാഷ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രയൽ ആൻഡ് എറേഴ്സ് ആണ് ഗൈസ്. അതേപോലെ ഡൈനു വാർ സോൺ ആൻഡ് ടർഫ് അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അത് സെർവറിന്റെ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച തൊട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ട് ഉണ്ടായി. അത് വരുന്ന വീക്കില് മൺഡേ നമുക്ക് ഓപ്ഷൻ, കമ്മിങ് ഡേയ്സിൽ നമുക്ക് ടർഫ് കണ്ടക്ട് ചെയ്യാം. യെസ്, അതിൻ്റെ കൂടെ തന്നെ പുതിയ കണ്ണോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പുതിയ കണ്ണ്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ട്രക്ക് ജോബ് കാരണമാണ് PL കൂടുന്നത്. അല്ല, ട്രക്ക് ജോബിന്റെ ഒന്നും ഒരു ലോഗ് ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ട്രക്ക് ജോബിന്റെ ഒന്നും വരുന്നില്ല. എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ ട്രക്ക് ജോബ് കാരണം ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടുണ്ടാകത്തില്ല. ഒരു വീഡിയോ വാർണിംഗ്സും ഇല്ല, ഓവർലോഡും ഇല്ല. നമ്മുടെ വീഡിയോ സ്ക്രിപ്റ്റ് പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഡൈനു. ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് റിവൈവ് ഇല്ല. അതായത് വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ റിവൈവ് ആകുന്നില്ല. അതും കൂടെ ഒന്ന് കൊടുക്കാൻ ഒരു സജഷൻ വരുന്നുണ്ട്. റിവൈവ് ആവുന്നുണ്ടായിരുന്നല്ലോ, ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നല്ലോ. ഇന്നായില്ല. ഇന്ന് വീഡിയോയിൽ 3-4 പേര് മരിച്ചു, പക്ഷേ റിവൈവ് ആയില്ല. നമുക്ക് ഫിക്സ് ചെയ്യാം. ആൻറ്റി വീഡിയോ സിസ്റ്റം കുറച്ച് സീനാണ്. ട്രക്ക് ജോബ് കാരണമാണ് PL. അല്ല, ട്രക്ക് ജോബ് കാരണമല്ല ഗൈസ് PL കൂടുന്നത്. മെക്കാനിക് ഉടനെ തന്നെ ചേഞ്ച് കൊണ്ടുവരുന്നതായിരിക്കും.